യൂട്യൂബ് ചാനൽ ലൈറ്റിംഗ് ഫ്രീ ലാണ് കാഴ്ച നമുക്ക് നേരെ വീഡിയോ കിട്ടുക. വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ട്യൂബാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള ട്യൂബ് എടുക്കാം. ഈ ട്യൂബിൻ്റെ രണ്ട് എൻഡും നമുക്ക് അഴിച്ചെടുക്കണം. അതിനുവേണ്ടി ഞങ്ങളിവിടെ ഒരു പ്ലെയർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിത് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കുറച്ച് ഡേഞ്ചറാണ് ട്യൂബ് കൊണ്ട് കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഗ്ലൗസ് ഒക്കെ ഇട്ട് സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം രണ്ട് എൻഡ് കഴിച്ചെടുക്കുക. ട്യൂബിൻ്റെ രണ്ട് എൻഡ് കഴിച്ചെടുക്കുക. നമുക്ക് ഈ ഭാഗം ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം. പൊട്ടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കണ്ണിലും മുഖത്തും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ചെറുകിനൊന്നും പൊടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ ട്യൂബിൻ്റെ സൈഡ് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ രണ്ടാമത്തെ സൈഡ് നമുക്ക് പൊട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കണം. ട്യൂബ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരറ്റത്ത് ഇതേപോലെ ഇങ്ങനെ തുണി ഇങ്ങനെ ഇട്ടു. അതിന് ശേഷം ഒരു വടി ഇങ്ങനെ കുത്തിയിട്ട് ഈ തുണി ഇങ്ങനെ ഇറക്കി കൊടുക്കുക. പിന്നെ 3-4 തവണ ഇറക്കി കൊടുക്കുമ്പോൾ ട്യൂബിൻ്റെ ഉള്ളിൽ ക്ലീനായി കിട്ടും. അതിനുശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ട്യൂബ് കഴുകി വൃത്തിയാക്കി എടുക്കുക. നമ്മളിവിടെ ട്യൂബ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊരെങ്കിൽ നമ്മൾ MC വെച്ച് ഒടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വാട്ടർ പ്രൂഫ് LED സ്ട്രിപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമുക്കിനി ഇതിനകത്തേക്ക് ഇതിട്ട് കൊടുക്കാം. നമുക്ക് LED സ്ട്രിപ്പ് ഇതിനകത്തേക്ക് ശ്രദ്ധിച്ചിട്ട് കൊടുക്കാം. ഏകദേശം നമുക്കൊരു അളവെടുക്കണം. ഇവിടെ വരെയുള്ള ഇത്ര നീളം, നമുക്ക് ഈ ഒരു നീളം മതി. ഈ ഒരു നീളം മതി നമുക്ക്. അപ്പോൾ ഈ ഒരു നീളത്തിൽ നമ്മൾ ഈ LED സ്ട്രിപ്പിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് പറിച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്ത് ഒടിച്ചെടുക്കണം. നമ്മൾ ട്യൂബിനകത്തേക്ക് LED സ്ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ജെല്ലി ബോൾസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഈ ജെല്ലി ബോൾസ് എടുത്ത് ഇതിനകത്തേക്ക് ഇനി ഇട്ട് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ ജെല്ലി ബോൾസ് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക്. നമുക്ക് മൊത്തം നിറച്ചെടുക്കാം. ജെല്ലി ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ട് മൊത്തം ഒന്ന് നിറച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളിതിനകത്ത് ഓർബീസ് നിറച്ചെടുത്തിട്ടുണ്ട്. ട്യൂബിനകത്ത് നമ്മൾ LED സ്ട്രിപ്പ് ഇട്ടു. എന്നിട്ട് നമ്മളിതാ ഓർബീസ് നിറച്ചെടുത്തു. ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ച് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. നമുക്കിതൊരു സെലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. നമ്മളിവിടെ സെലോ ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ട്യൂബ് കവർ ചെയ്ത് ഒരു നമ്മൾ MC വെച്ച് കവർ ചെയ്തു. മറ്റേ നമ്മൾ സെലോ ടാപ്പ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മുടെ ട്യൂബ് നമ്മൾ ഓർബീസ് ഒക്കെ ഇട്ട് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് LED സ്ട്രിപ്പ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു കണക്ഷൻ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഹാൻഡിലാക്കാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത് 1.25 ഇഞ്ചിൻ്റെ പൈപ്പാണ്. 1.25 ഇഞ്ചിൻ്റെ പൈപ്പ്, അതേപോലെ ഒരു ജോയിൻറ്റ് 1.25 ഇഞ്ചിൻ്റെ ജോയിൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോണത്. ട്യൂബ് ഈ പൈപ്പിനകത്ത് ഇറക്കി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹാൻഡിലായി. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇത് കട്ട് ചെയ്ത് കളയാം. ഞാനിപ്പോൾ ഇവിടെ 1/2 മീറ്ററോളം പൈപ്പ് എടുത്തിട്ടുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഏകദേശം ഒരു ഹാൻഡിലിന് കണക്കായി ഒരു ഗ്രിപ്പ് ഇടുന്ന രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി നേരെ വയർ സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ വയർ സോൾഡർ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ സോൾഡറിങ് ആണ് കിട്ടാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി LED സ്ട്രിപ്പ് അധികം നീളം ആവശ്യമില്ല, ഇത്രയും ആവശ്യമുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് വാട്ടർ പ്രൂഫ് LED സ്ട്രിപ്പ് ആയതുകൊണ്ട് ഇതിനകത്തൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ചിരണ്ടി കളഞ്ഞിട്ട് വേണം നമ്മൾ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് വയർ സോൾഡർ ചെയ്തെടുക്കാം. ഇനി ഗൈസ് നമ്മളിവിടുത്തെ കോട്ടിങ്, പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് നമ്മൾ ചിരണ്ടി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് സോൾഡർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇതിനകത്ത് കുറച്ച് ഫ്ലക്സ് പേസ്റ്റ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് സോൾഡർ ആക്കി കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ സോൾഡറിങ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കുറച്ച് സോൾഡർ ആക്കി കൊടുക്കാം. കാണാൻ പറ്റുന്ന രണ്ട് എൻഡിൽ നമ്മൾ കുറച്ച് സോൾഡർ ആക്കി കൊടുക്കും. നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് വയർ സോൾഡർ ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ഒരു യെല്ലോ വയറും ഒരു ബ്ലാക്ക് വയറും എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് യെല്ലോ വയറൊന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കാം.
ശേഷം നമ്മൾ ഇത് സോൾഡർ പേസ്റ്റിൽ മുക്കിയിട്ട് വയറിനറ്റത്തും നമുക്ക് നന്നായിട്ട് സോൾഡർ പിടിപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഈ വയറൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ബ്ലാക്ക് വയറും സോൾഡർ ചെയ്തെടുക്കണം. നമ്മുടെ വയർ നമ്മൾ സോൾഡർ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന് ഹാൻഡിലാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു നീളം മതി. നമുക്ക് ഈ ഒരു നീളത്തിൽ നമുക്ക് PVC പൈപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. PVC പൈപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ജോയിൻറ്റും അതേപോലെ നമ്മൾ എടുത്തു. അപ്പോൾ നമ്മൾ 1.25 ഇഞ്ചിൻ്റെ ജോയിൻറ്റും അതേപോലെ 1.25 ഇഞ്ചിൻ്റെ പൈപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ട്യൂബ് ഇവിടെ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തൊരു സ്വിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. നമ്മളിവിടെ ഒരു പുഷ് ബട്ടൺ സ്വിച്ച് ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ സോൾഡറിങ് ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് സോൾഡറിങ് ആണ് വെച്ചിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇവിടെ ഹോൾട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ സ്വിച്ച് ഇതിനകത്തേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ നമ്മൾ സ്വിച്ച് ഇറങ്ങുന്ന ഭാഗത്ത് നമുക്കൊന്ന് ഹോളൊന്ന് വലുതാക്കി കൊടുക്കാം. നമ്മുടെ ഹോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്വിച്ച് അടിപൊളിയായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങിപ്പോകുന്ന രീതിയിൽ നമ്മൾ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. സ്വിച്ച് നല്ല അടിപൊളിയായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം സ്വിച്ചിനകത്തേക്ക്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ ഹോൾഡർ കഴിച്ചിട്ട് വയർ ഇതിലൂടെ പുറത്തേക്ക് എടുക്കാം. നമുക്ക് ഹോൾഡർ കഴിച്ചു, വയർ അതിനകത്ത് എടുത്തു. അതിന് ശേഷം നമുക്ക് ഈ വയർ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു വയർ ബാറ്ററിയിൽ ഡയറക്റ്റ് കൊടുക്കും, ഒരു വയർ സ്വിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ വയർ നമുക്ക് ഇവിടെ എടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ സ്വിച്ചിൻ്റെ ബാക്കിൽ ഒരു വാഷർ തന്നിട്ടുണ്ട്. ഒരു വാഷർ ഒരു നെറ്റും ബോൾഡുണ്ട്. അതും കൂടി നമ്മൾ ഈ വയറിലിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു കണക്ടറോടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കണക്ടറിൻ്റെ വയർ നമുക്ക് ഈ സ്വിച്ചിനകത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അതും കൂടി ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. നമ്മൾ ഈ ഹോളിലൂടെ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 വയറും പുറത്തേക്ക് എടുത്തു. നമുക്കിനി ഇത് ആവശ്യത്തിന് സ്ട്രിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്വിച്ചിനകത്തേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. സ്ട്രിപ്പ് ചെയ്തു. 2 വയറിൻ്റെ അറ്റത്ത് നമുക്ക് നന്നായിട്ട് സോൾഡർ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നമ്മൾ നന്നായിട്ട് സോൾഡർ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ പ്ലാസ്റ്റിക് തുറന്നതുകൊണ്ട് നമ്മുടെ സോൾഡറിങ് ആണെങ്കിൽ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചിരണ്ടി കൊടുക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് സോൾഡർ പിടിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ വയറിനകത്ത് നമ്മൾ സോൾഡർ പിടിപ്പിച്ച് കൊടുക്കാൻ പോവാണ്. 2 വയറിലും നമ്മൾ നന്നായിട്ട് സോൾഡർ പിടിപ്പിച്ച് കൊടുക്കുക. നമുക്ക് നമ്മുടെ സ്വിച്ചിനകത്ത് നമുക്ക് സോൾഡർ പിടിപ്പിച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യം ഇവിടെ ഈ സ്വിച്ചിൻ്റെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിരണ്ടി കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് സോൾഡർ പേസ്റ്റിലൊന്ന് മുക്കിയെടുക്കാം. നമുക്ക് വയർ ഇതിലോട്ടിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. വയർ ഇതിലൊക്കെ ഇട്ട് വെച്ചു. നമുക്ക് കുറച്ച് സോൾഡറിങ് ആയിട്ടാണ് സോൾഡർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ സോൾഡർ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു വയർ നമ്മൾ സോൾഡർ ചെയ്തെടുത്തു. ഇനി നമുക്ക് മറ്റേ വയറും അതേപോലെ സോൾഡർ ചെയ്തെടുക്കാം.
നമ്മൾ 2 വയറും നമ്മളിവിടെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ച് ഇതിനകത്ത് നിന്ന് ഫിറ്റ് ചെയ്ത് നമുക്കിനി സ്വിച്ചിനകത്ത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കണ്ടിട്ടൊന്ന് ടൈറ്റായി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വിച്ച് ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്ത് നമ്മുടെ സ്വിച്ച് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ വയർ, അതായത് നമ്മുടെ LED സ്ട്രിപ്പിന് വരുന്ന രണ്ടാമത്തെ വയർ നമുക്ക്, അത് ബ്ലാക്ക് വയർ, നെഗറ്റീവ് വയർ നമുക്ക് ബാറ്ററി സോക്കറ്റിൻ്റെ ബ്ലാക്ക് വയറിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതൊന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇത് ഈ ബ്ലാക്ക് വയറിനകത്തൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ലൈറ്റ് കത്തുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ബാറ്ററി എടുത്തിട്ടുണ്ട്, ഒരു 9 വോൾട്ടിൻ്റെ ഹൈ പവർ ബാറ്ററി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ലൈറ്റ് ഇവിടെ കത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതൊന്ന് ഇൻസുലേഷൻ ടാപ്പ് വെച്ച് ഒടിച്ചു കൊടുക്കണം. ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് ഇൻസുലേഷൻ വെച്ച് ഒടിച്ചു കൊടുക്കണം. നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇനി ഈ ബാറ്ററി ഇതിനകത്തേക്കും സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗ്ലൂ ഗണ്ണിൽ ഇച്ചിരി ഗ്ലൂ ആക്കിയിട്ട് നമുക്ക് ഈ പൈപ്പിനകത്തേക്ക് ബാറ്ററി ഒന്ന് ഒടിച്ചു കൊടുക്കണം. നന്നായിട്ട് ഗ്ലൂ ആക്കി എടുക്കാം ബാറ്ററിക്കകത്ത്. നമുക്കിനി ഇത് ഈ പൈപ്പിനകത്തേക്കൊന്ന് ഒടിച്ചു കൊടുക്കാം. നന്നായിട്ട് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ നന്നായിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് നമ്മുടെ ബാറ്ററി പൈപ്പിനകത്ത് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ വയറൊക്കെ ഒന്ന് ഇതിനകത്തേക്ക് ഒന്ന് ഇറക്കി കൊടുക്കാം. നമ്മൾ നമ്മുടെ ജോയിൻറ്റിനകത്തേക്ക് നമ്മുടെ ഹാൻഡിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് ഈ ട്യൂബിനകത്തേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഗ്ലൂ ഗൺ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഒന്ന് മൊത്തത്തിലൊന്ന് ഗ്ലൂ ഇട്ട് കൊടുക്കാം. അതേപോലെ ട്യൂബിലും നമുക്കൊന്ന് ഗ്ലൂ ആക്കി കൊടുക്കാം. ഓക്കെ, നമ്മൾ ആവശ്യത്തിന് ഗ്ലൂ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിച്ച് ഇത് ഈ ഹോൾഡറിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളാദ്യം വയറൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം, ട്യൂബ് തട്ടി പൊട്ടിപ്പോവും. നമ്മളാദ്യം വയറൊക്കെ ഒന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. നമുക്ക് ട്യൂബ് ഇതിനകത്തേക്ക് ഇറക്കി കൊടുക്കാം. ഓക്കെ, ട്യൂബ് ഇറക്കി കൊടുത്തു. അത് ശ്രദ്ധിക്കണം. നമുക്കിനി കുറച്ചും കൂടി ഒന്ന് ഗ്ലൂ ഒക്കെ ആക്കി കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ സോഡ് ലാമ്പ് ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കിയേ, അടിപൊളി സോഡ് ലാമ്പ് ബോർഡ് റെഡി ആയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കിനി ഇവിടെ ടാപ്പ് ഒക്കെ കൊടുത്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ സോഡ് ലാമ്പ് ബോർഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ശ്രീലക്ഷ്മി നമ്മുടെ സോഡ് ലാമ്പൊക്കെ പൊളിച്ചിട്ട് അടിപൊളിയായിരിക്കുന്നുണ്ട്. ഒന്ന് ഓഫാക്കി കാണിച്ചു കൊടുത്തേ, ഓണാക്കിയേ. ഇങ്ങനെ വാളും കൊണ്ട് എങ്ങനെ വീശി കാണിച്ചു കൊടുത്തേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ താങ്ക് യു ഗൈസ്. ബൈ പറ.